ഹായ് ഹലോ. അപ്പൊ ഈ പാട്ട് കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ലല്ലേ. അപ്പോ ഈ പാട്ട് ഷൂട്ട് ചെയ്ത അതേ സ്ഥലത്തേക്കാണ് നമ്മളിതിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ക്രാബി. ക്രാബിയിലെ 7 ഐലൻഡ് വിസിറ്റ് ചെയ്യാനാട്ടോ ഇന്ന് നമ്മൾ പോകുന്നത്. ആവണം ബീച്ചിൽ നിന്നാണ് നമ്മുടെ ഈ ഐലൻഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പെർ ഹെഡിന് 1500 ബാത്ത് വരുന്ന പാക്കേജ് ആണ് കേട്ടോ നമ്മൾ എടുത്തത്. ഈ പാക്കേജിൽ 7 ഐലൻഡ് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവരുടെ ഡിന്നർ, സ്നാക്സ് ഇതെല്ലാം ഇൻക്ലൂഡ് ആണ് കേട്ടോ. 2 o'clock തൊട്ട് 7:30 വരെയാണ് കേട്ടോ ഐലൻഡ്സ് വിസിറ്റ് ചെയ്യാനുള്ള നമ്മുടെ പാക്കേജിൽ വരുന്ന ടൈം. പല പാക്കേജുകളുണ്ട്, നമ്മൾ ഈ പാക്കേജാണ് ചൂസ് ചെയ്തത്. നമ്മൾ ഇവിടുന്ന് ബോട്ട് സർവീസ് വഴിയാണ് കേട്ടോ ഓരോ ഐലൻഡിലോട്ടും കൊണ്ടുവന്നത്. ഒരു ബോട്ടിൽ ഒരു 20-25 ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ആദ്യം അവർ നമുക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും, എല്ലാം പറഞ്ഞു തന്നിട്ടായിരിക്കും നമ്മളെ ബോട്ടിൽ കയറ്റുക. ഇതാണ് കേട്ടോ ബോട്ട്. ആൻഡ് ബോട്ട് ട്രിപ്പിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. നമ്മളെ പോകുന്ന വഴി ഓരോ ഐലൻഡ്സ് കാണിക്കുന്നതാണ് കേട്ടോ. ആൻഡ് എല്ലാ ഐലൻഡിലും നമ്മളെ ഇറക്കാറില്ല, കുറച്ച് ഐലൻഡിൽ മാത്രമേ നമ്മളെ ഇറക്കുള്ളൂ. സോ അല്ലാത്തതൊക്കെ നമ്മൾ ബോട്ടിൽ ഇരുന്ന് തന്നെയാണ് നമ്മൾ ആസ്വദിക്കുന്നത്. സ്നോക്കറിങ് കൂടെ നമ്മുടെ ഈ പാക്കേജിൽ വരുന്നുണ്ട് കേട്ടോ. ഒരു ഐലൻഡിന്റെ നടുക്ക് ചെന്നിട്ടാണ് സ്നോക്കറിങ്ങിനുള്ള ചാൻസ് അവർ തരുന്നത്. സോ കടലിൽ ഇറങ്ങേണ്ട ഇഷ്ടമുള്ള എല്ലാവർക്കും ഇറങ്ങാം. കടലിൽ ഇറങ്ങി കടലിനടിയിലുള്ള എല്ലാ കാഴ്ചകളും കാണാനൊക്കെ നമുക്ക് അവിടെ അവസരം തരുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ ഗൈഡിന്റെ കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത്ര മനോഹരമായിട്ടാണ് നമുക്കുണ്ടായിരുന്ന ഗൈഡ് നമുക്കുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നുകൊണ്ടിരുന്നതും. നമുക്ക് എല്ലാത്തിനെ കുറിച്ചും വളരെ മനോഹരമായിട്ടാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ആൻഡ് ഓൾസോ നമുക്ക് ഫുഡും അവിടെ ഉണ്ടായിരുന്നു, ഡിന്നർ. അത് നമ്മുടെ ഒരു ഐലൻഡിലാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. അത് പോഡ എന്ന് പറഞ്ഞ ഐലൻഡിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത്. ഇവിടെ നിന്ന് കാണുമ്പോഴുള്ള കാഴ്ച നമ്മുടെ ലൈഫിൽ ഒരു തവണയെങ്കിലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നമ്മൾ ഒരുപാട് പടങ്ങളിലും മൂവീസിലൊക്കെ സോങ്സിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള സ്ഥലം ഇങ്ങനെ വന്ന് നേരിട്ട് കാണാൻ പറ്റാന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അതിൻ്റെ ഒരു ഡ്രീമായിട്ട് ഞാൻ ഇപ്പോഴും അത് കാണുന്നത്. സോ അത്ര മനോഹരമാണ്. നല്ല നീല കളറുള്ള കടലും അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പർവ്വതങ്ങളൊക്കെ ആയിട്ട് അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കണ്ട് സൺസെറ്റും കണ്ട് ലാസ്റ്റ് നമ്മളൊരു 7:38 നമ്മൾ നേരെ തിരിച്ച് റൂമിലോട്ട് പോയി. അപ്പം ഇന്ന് അത്രേ ഉള്ളൂ. സീ യു ആൻഡ് ബൈ.